നാലാം ക്ലാസ്സിലെ ഗണിതം സെക്കൻഡ് ടേം 2023-24 ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ പ്രവർത്തനം, ചന്ദ്രഗിരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3 ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നു. LP 2318, UP 1980, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും 2050. ക്വസ്റ്റ്യൻ, UP വിഭാഗത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതലായി LP വിഭാഗത്തിൽ പങ്കെടുത്തു? LP വിഭാഗത്തിലാണ് കൂടുതൽ കുട്ടികൾ, 2318 മൈനസ് 1980 UPയിലെ. അതായത് വലിയ സംഖ്യ ആദ്യം എഴുതുക, താഴെ ചെറിയ സംഖ്യ എഴുതിയിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 338 എന്ന് കിട്ടും. 338 കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. B ക്വസ്റ്റ്യൻ, കലോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ആകെ കുട്ടികളുടെ എണ്ണം LP, UP, HSS, HS വിഭാഗത്തിലെ എല്ലാവരും കൂടി കൂട്ടുക. അപ്പോൾ 2318 പ്ലസ് 1980 പ്ലസ് 2050. അപ്പോൾ നമുക്ക് 6348 എന്ന് ഉത്തരം കിട്ടും. C ക്വസ്റ്റ്യൻ, ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനായി ഭക്ഷണപ്പുരയിലേക്ക് 2250 സ്റ്റീൽ ഗ്ലാസുകൾ കൊണ്ടുവന്നു. ഒരു ഗ്ലാസ്സിന് 3 ദിവസത്തേക്ക് 3 രൂപയാണ് വാടക. ആകെ എത്ര വാടക നൽകി? ഒരു ഗ്ലാസ്സിന് 3 രൂപ 3 ദിവസത്തേക്ക്. അപ്പോൾ 2250 ഗ്ലാസ്സിന് 2250 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6750 രൂപയാണ് അതിൻ്റെ വാടക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ ഗണിതശാസ്ത്ര മേളയിൽ പ്രദർശിപ്പിക്കാൻ അനു നമ്പർ ചാർട്ട് തയ്യാറാക്കുകയാണ്. വിട്ടുപോയത് പൂർത്തിയാക്കുക. 3225, 4325, 5425. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന അത് തന്നെയായിരിക്കും മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ മൈനസ് ചെയ്താലും. ഇവിടെ 1100 വെച്ചിട്ടാണ് കൂട്ടി പോയേക്കുന്നത് അല്ലേ? അപ്പോൾ മൂന്നാമത്തെ സംഖ്യയായ 5425നോട് 1100 കൂട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ നമുക്ക് 6525 കിട്ടും. ആ 6525നോട് വീണ്ടും 1100 എന്ന സംഖ്യ തന്നെ കൂട്ടിയാൽ നമുക്ക് 7625 കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ 1300, 2600, 3900. ഇതിൽ രണ്ടാമത്തെ സംഖ്യ മൈനസ് ഒന്നാമത്തെ സംഖ്യ. അപ്പോൾ 2600 മൈനസ് 1300, 1300 കിട്ടുന്നത്. അപ്പോൾ 1300 ഓരോ സംഖ്യയും ആഡ് ചെയ്താൽ അടുത്ത സംഖ്യ കിട്ടും. അപ്പോൾ ഇവിടെ നാലാമത്തെ 3900ൻ്റെ കൂടെ 3900ൻ്റെ കൂടെ 1300 പ്ലസ് ചെയ്താൽ നമുക്ക് 5200 കിട്ടും. 5200ൻ്റെ കൂടെ 1300 പ്ലസ് ചെയ്താൽ നമുക്ക് 6500 കിട്ടും. ഇനി നാലാമത്തെ 5555, 5666, 5777. ഇത് രണ്ടാമത്തെ സംഖ്യ മൈനസ് ഒന്നാമത്തെ സംഖ്യ വരുന്നത് 111ആണ്. അപ്പോൾ ഈ 111 എല്ലാ സംഖ്യകളിലും കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നാലാമത്തെ 5888, പിന്നെ 5999. അങ്ങനെ ആൻസർ കിട്ടും. B ക്വസ്റ്റ്യൻ, സ്കൂൾ ഗണിതശാസ്ത്ര മേളയിൽ അവതരിപ്പിച്ച ചിത്ര പാറ്റേൺ തന്നിരിക്കുന്നു. അടുത്ത ചിത്രം വരയ്ക്കുക.
നാലാമത്തെ ചിത്രം. ഇപ്പോൾ ആ ട്രയാങ്കിൾ ഗ്രീൻ കളറിലുള്ള ട്രയാങ്കിൾ ആദ്യത്തെ പിക്ചറിൽ വലതുവശത്ത് മുകളിൽ, രണ്ടാമത്തെ പിക്ചറിൽ വലതുവശത്ത് താഴെ, മൂന്നാമത്തെ പിക്ചറിൽ ഇടതുവശത്ത് താഴെ. അപ്പോൾ ഇനി വേണ്ടത് ഇടതുവശത്ത് മുകളിൽ. അതേപോലെ വൃത്തം സർക്കിൾ വരുന്നത് വലതുവശത്ത് താഴെ, പിന്നെ ഇടതുവശത്ത് താഴെ, ഇടതുവശത്ത് മുകളിൽ. ഇല്ലാത്ത സ്ഥലം വലതുവശത്ത് മുകളിലാണ്. റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ഇതേപോലെ വരയ്ക്കുക. മൂന്നാമത്തെ പ്രവർത്തനം. നിലവൂർ UP സ്കൂളിലെ കുട്ടികൾ ശാസ്ത്ര പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പ്രദേശത്തെ വീടുകൾ സന്ദർശിച്ചു. ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലെ വൈദ്യുതി മീറ്റർ റീഡിംഗ് ശേഖരിച്ചു. പട്ടിക ചുവടെ കൊടുക്കുന്നു. അവിനാഷ് 1084 ജൂൺ മാസത്തിലെടുത്ത റീഡിങ് 1084 ഓഗസ്റ്റിലെടുത്തത് 1232. അപ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഉള്ള വൈദ്യുതി യൂണിറ്റ് ഉപയോഗിച്ചത് 148. അതായത് 1232 മൈനസ് 1084. അങ്ങനെയാണ് ആ യൂണിറ്റ് കിട്ടിയിരിക്കുന്നത്. ജയശ്രീ 1135 1310. 1310 നിന്നും 1135 മൈനസ് ചെയ്താൽ 175 യൂണിറ്റ് എന്ന് കിട്ടും. അതുപോലെ രഹ്ന 1184 1352 മൈനസ് ചെയ്താൽ 168 കിട്ടും. മേരി 158, ഷാജി 128. അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ആരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരിക്കുന്നത്? അത് ജയശ്രീയുടെ വീട്ടിലാണ് 175 യൂണിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 6 രൂപയാണ്. ഷാജിയുടെ വീട്ടിൽ വൈദ്യുതിക്ക് വേണ്ടി എത്ര രൂപ ചിലവായി? ഉത്തരം. ഷാജിയുടെ വീട്ടിൽ 128 യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് 6 രൂപ. അപ്പോൾ 128 യൂണിറ്റിന് 128 ഇൻറ്റു 6. അപ്പോൾ നമുക്ക് 768 രൂപ എന്ന് കിട്ടും. അടുത്ത പ്രവർത്തനം 4. 2023 ഒക്ടോബർ മാസത്തെ കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കലണ്ടറിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കുക. ഇവിടെ 26 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 26 കഴിഞ്ഞാൽ 27, തൊട്ട് മുമ്പ് 25. ആ കലണ്ടറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടത്. അപ്പോൾ 26 തൊട്ട് മുമ്പ് 7 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതായത് 11, 18, 25. ആദ്യം 26 മുമ്പ് 19, 27 തൊട്ട് മുമ്പ് -7 കൊടുത്താൽ 7 ദിവസം കൂടുമ്പോഴാണല്ലോ ഇങ്ങനെ ഈ കളങ്ങൾ പൂർത്തിയാവുന്നത്. അപ്പോൾ 27 -7 20. അപ്പോൾ 20, 19, 18, 13, 12, 11. അത് നമുക്ക് അങ്ങനെ ഒരു കലണ്ടർ റെഡിയാക്കാം. ഇപ്പോൾ 1, 2, 3, 4 ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്നത് ഇന്ദുവിൻ്റെ പിറന്നാൾ 25-ാം തീയതിയാണ്. അപ്പോൾ ഒക്ടോബർ 25 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. ഒക്ടോബർ 2 തിങ്കളാഴ്ച എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഒക്ടോബർ മാസം കഴിഞ്ഞു. 31 ദിവസമാണ് ഒക്ടോബറിലുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ചയാണ് 31 വരുന്നത്. അപ്പോൾ ബുധനാഴ്ച മുതലാണ് നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2023 നവംബർ മാസത്തെ 2-ാം ശനിയാഴ്ചയാണ് റാഫിയുടെ പിറന്നാൾ. അന്ന്
ഏത് തീയതിയാണെന്ന്. അപ്പോൾ രണ്ടാം ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ, ആദ്യത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. രണ്ടാമത്തെ ശനിയാഴ്ച 11-ാം തീയതിയാണ്. അഞ്ചാമത്തെ പ്രവർത്തനം, കുരിപ്പാലം ഗവൺമെൻറ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ചതുരാകൃതിയിലുള്ള, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കെട്ടിടം അലങ്കരിക്കാൻ തീരുമാനിച്ചു. 84 മീറ്റർ നീളവും 56 മീറ്റർ വീതിയും ചതുരാകൃതിയിൽ LED ബൾബ് മാല കെട്ടാൻ എത്ര മീറ്റർ ബൾബ് മാല വേണ്ടിവരും? അപ്പോൾ നീളം 84. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ 84 പ്ലസ് 56 പ്ലസ് 56. അപ്പോൾ 2 × 84 പ്ലസ് 56. ഇപ്പോൾ ബ്രാക്കറ്റിലുള്ളത് 84 പ്ലസ് 56 നമ്മൾ കൂട്ടിയാൽ 140 എന്ന് കിട്ടും. 2 ബ്രാക്കറ്റ് 140 എന്ന് പറഞ്ഞാൽ 2 × 140, അതായത് 280 മീറ്റർ. ഇനി 1 മീറ്റർ LED ബൾബിന് 30 രൂപയാണ് വാടക. ആകെ എത്ര രൂപ ചെലവ് വരും? 1 മീറ്ററിന് 30 രൂപ. അപ്പോൾ 280 × 30 8400 രൂപ. ഇനി പ്രീ പ്രൈമറി വിഭാഗത്തിന് പുതുതായി നിർമ്മിച്ച പാർക്കിന് സമചതുരാകൃതിയാണ്. സമചതുരം എന്ന് പറയുന്നത് സ്ക്വയറാണ്. ഒരു വശം 21 മീറ്ററാണ്. പാർക്കിന് ചുറ്റും റിബൺ കെട്ടാൻ ആകെ എത്ര മീറ്റർ റിബൺ വേണം? എല്ലാ വശവും തുല്യമായിരിക്കും. സമചതുരം സമമായിരിക്കും, അതിൻ്റെ നീളം എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ 21 + 21 + 21 + 21, അതായത് 4 × 21 84 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തനം 6. തിരുവനന്തപുരത്ത് നിന്നും സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ 16 മണിക്ക് യാത്ര ആരംഭിച്ചു. 7 മണിക്കൂർ 10 മിനിറ്റ് യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി. അപ്പോൾ 16 + 7 23 10 കേട്ടോ. 23 മണിക്കൂർ 10 മിനിറ്റിലാണ് അത് കാസർഗോഡ് എത്തിയിരിക്കുന്നത്. എത്ര മണിക്കാണ് ട്രെയിൻ കാസർഗോഡ് എത്തിയത്? അതായത് 23:10. അല്ലെങ്കിൽ അടുത്തത്, മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നും 10:25 പുറപ്പെട്ട് പിറ്റേന്നു രാവിലെ 6:40 കാസർഗോഡ് എത്തി. യാത്രയ്ക്ക് എത്ര സമയം വേണ്ടി വന്നു? 11 മണിക്കൂർ 15 മിനിറ്റാണ് വേണ്ടി വന്നത്. അത് എങ്ങനെ കിട്ടിയെന്നറിയില്ലേ? 19:25 സ്റ്റാർട്ട് ചെയ്തു, 6:40 വരെ. 19:25 മുതൽ 24, അതായത് 12 AM വരെ 4 മണിക്കൂർ 35 മിനിറ്റ്. പിന്നെ 6:40 4:35 കൂടി നമുക്ക് കൂട്ടിയാൽ 10:75 കിട്ടും അല്ലേ? അപ്പോൾ 75 എന്ന് പറയുന്നത് 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. അപ്പോൾ 11 മണിക്കൂർ 15 മിനിറ്റ് കേട്ടോ. ഇനി ഏത് ട്രെയിനാണ് കുറച്ച് സമയമെടുത്തത്? അത് സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ ടൈം ഡിഫറൻസ് എത്രയാണെന്ന്. ഒരെണ്ണം 11 മണിക്കൂറും 15 മിനിറ്റ് എടുത്തു, മറ്റേ ട്രെയിൻ 7 മണിക്കൂറും 10 മിനിറ്റ് എടുത്തു. അപ്പോൾ 4 മണിക്കൂർ 5 മിനിറ്റാണ് അതിൻ്റെ സമയ വ്യത്യാസം.